കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്നും ചാടിയ ഹോട്ടൽ ജീവനക്കാരിയായ യുവതിയുടെ നിലവിളി ചെവികളിൽ മുഴങ്ങുന്നു. ആ ഭയാനകമായ ഓർമ്മകൾ ഇപ്പോഴും അവളെ അലട്ടുന്നുണ്ട്. ഹോട്ടലുടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും ചേർന്നാണ് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചത്. കേസിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യപ്രതി ദേവദാസ് 2 ദിവസത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ കുന്നംകുളത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. മുക്കത്തെ സങ്കേതം ഹോട്ടലിന് സമീപം യുവതി താമസിച്ചിരുന്ന സ്ഥലത്ത് പ്രതിയുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ തൃശൂർ കുന്നംകുളത്ത് വെച്ച് ബസ്സിൽ നിന്നാണ് ദേവദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ കബളിപ്പിക്കാൻ ദേവദാസ് കാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിരുന്നു. അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. അന്വേഷണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടില്ല. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ദേവദാസും കൂട്ടുപ്രതികളും ശനിയാഴ്ച രാത്രി ഇരയുടെ താമസസ്ഥലത്ത് പോയതിന് ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും താമരശ്ശേരി ഡിവൈഎസ്പി പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമതിനെതിരെയാണ് ഈ പരാതി വന്നിരുന്നത്. ആ സമയത്ത് അതിന്റെ നിജസ്ഥിതി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിൽ എഫ്ഐആർ അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന ആരോപണമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. കൃത്യമായി മൊഴി നൽകിയിട്ടും എഫ്ഐആറിലടക്കം സംഭവം ലഘൂകരിക്കാൻ ശ്രമമുണ്ടായി. കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ ഇതിൽ എഫ്ഐആറിൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോട്ടലുടമയായ ദേവദാസും ഹോട്ടൽ ജീവനക്കാരായ റിയാസും സുരേഷുമാണ് കണ്ണൂർ സ്വദേശിനിയായ ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെ ഹോട്ടലിനടുത്ത് യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് 3 പേരും അതിക്രമിച്ചെത്തുകയായിരുന്നു. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ വീടിന്റെ 1ാം നിലയിൽ നിന്ന് യുവതി താഴേക്ക് ചാടി. ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം യുവതിയുടെ ബന്ധുക്കൾ പീഡനശ്രമം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവ് പുറത്തുവിട്ടിരുന്നു. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ ബിജെപി പ്രവർത്തകർ തെളിവെടുപ്പ് സ്ഥലത്തേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തി. സിപിഎമ്മുമായി പ്രതിക്കുള്ള ബന്ധമാണ് നടപടിക്രമങ്ങൾ വൈകാൻ കാരണമെന്ന് ബിജെപി ആരോപിച്ചു. സിപിഎമ്മുകാരനാണ് പ്രതി എന്നുള്ളതൊന്ന്. രണ്ടാമത് സിപിഎമ്മിന് വളരെ വലിയ രീതിയിൽ ഫണ്ട് കൊടുത്ത് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രതി സിപിഎമ്മിന് വേണ്ടപ്പെട്ട ആളാണ്. ഉദ്ഘാടന സമയം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സിപിഎമ്മിന്റെ ഒരു സമ്മേളനം പോലെയായിരുന്നു ഉദ്ഘാടനം. കേസിലെ മറ്റു 2 പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഉടൻ തന്നെ ഇരുവരെയും പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്.